പ്രാവശ്യം ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും നിരന്തരമായി ഞങ്ങൾ സമരം നടത്തും. പറഞ്ഞ ടോൾ പിരിവ് നടക്കുന്നിടത്ത് മൊത്തം എത്ര എമൗണ്ട് പിരിച്ചെടുക്കും എന്ന ഡീറ്റെയിൽസ് കൂടി പ്രദർശിപ്പിക്കണം. ചിലയിടങ്ങളിൽ ഒരുപാട് ഇരട്ടി പിരിച്ചെടുത്തു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഈ ടോൾ പിരിവിനെ കുറിച്ചുള്ള ഒരു ആരോപണം തന്നെയാണ്. അലിയക്കൂർ പറയുന്ന പോലെ എന്തായാലും ഈ 25 കിലോമീറ്ററിനുള്ളിൽ 2 സ്ഥലത്ത് ടോൾ പിരിക്കുന്നതാണ് പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ പണി പൂർത്തിയാക്കാതെയാണ് ടോൾ പിരിവ് ആരംഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കാൻ പ്രതിഷേധക്കാർ ആലോചിക്കുന്നു. അതോടൊപ്പം ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം വന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഈ കുമ്പള ടോൾ പ്ലാസ ഇപ്പോഴും ഉള്ളത്. അവിടെ ടോൾ പ്ലാസയിൽ ഒരുപാട് പ്രതിഷേധക്കാരുണ്ടാകും തുറക്കാൻ അനുവദിക്കില്ല. ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന് വീണ്ടും ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധവും സംഘർഷവും തുടരുകയാണ് കുമ്പളയിൽ. അവിടെ നിന്ന് വീണ്ടും അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ശരിക്കും കുറച്ചധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞു? കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവരെ ഈ എയർ ക്യാമ്പ്, കുമ്പള പോലീസ് സ്റ്റേഷനും തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് മാറ്റുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ ആളുകൾ സംഘടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം MLA AK മുഷറഫ് പ്രദേശത്തെ കുറച്ച് ജനകീയനായ ഒരു MLA ആണ്. MLA അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നതാണ് ശക്തമായ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കാരണം നേരത്തെ MLA AK മുഷറഫ് നമ്മളോട് പ്രതികരിച്ച സമയത്തും അദ്ദേഹം പറയുന്നത് ഈ ടോൾ ഗേറ്റ് പൂട്ടിക്കും വരെ ശക്തമായ സമരം പ്രദേശത്ത് ഉണ്ടാവുമെന്നുള്ളതാണ്. അത്രത്തോളം ഒരു പ്രതിഷേധത്തിന്റെ ശക്തി അത്രത്തോളമുണ്ട്. ശക്തമായ സമരമാണ്. വലിയ ജനക്കൂട്ടമുണ്ട് പ്രദേശത്ത്. എന്തായാലും പോലീസും ഈ സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഉൾപ്പെടെ ഈ ടോൾ പിരിക്കണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പെരിയയിൽ ഒരു ടോൾ ബൂത്ത് വന്നു കഴിഞ്ഞാൽ ഈ ടോൾ ഗേറ്റ്, അതായത് താൽക്കാലിക ടോൾ ഗേറ്റ് ആണ് കുമ്പളയിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് പൊളിച്ചു മാറ്റാൻ കഴിയുന്ന വിധത്തിലാണ് അതിന്റെ നിർമ്മാണ ഘടനയൊക്കെ. ആ ടോൾ ഗേറ്റ് മാറ്റുമെന്നും ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ 25 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും മറ്റൊരു ടോൾ ഗേറ്റ് അത് അനുവദിക്കാൻ സാധിക്കില്ല. മഞ്ചേശ്വരത്ത് നിന്ന് കാസർഗോഡ് നഗരത്തിലേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ 2 സ്ഥലത്ത് ടോൾ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇതൊന്നും അനുവദനീയമല്ല എന്നാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അത് മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും അതുപോലെ തന്നെ ഈ ജില്ലയിലെ മുഴുവൻ MLA-മാരുടെ നേതൃത്വത്തിലൊക്കെ ചർച്ച നടത്തിയിരുന്നു. ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് അന്യായമാണ്. 20 കിലോമീറ്റർ ഒരു ടോൾ ബൂത്ത് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളോടും സംസാരിച്ചു. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ധിക്കാരപരമായ അഹങ്കാരത്തോടു കൂടിയാണ് ഈ ടോൾ ഇപ്പൊ ഇവര് തുടങ്ങുന്നത്. ഒരു കാര്യം പറയുന്നു, ഞങ്ങളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാം. ഇന്ന് വൈകുന്നേരം വീണ്ടും നിരന്തര സമരത്തിലൂടെ ഈ ടോൾ ഞങ്ങൾ പൂട്ടിക്കും. ഒരു കാരണവശാലും ഈ ടോൾ തുറക്കാൻ അനുവദിക്കില്ല. ഇത് ധിക്കാരമാണ്. പോലീസ് കാണിക്കുന്നത് വളരെ ക്രൂരമാണ്. ഒരു ജനകീയ സമരത്തിനെതിരെയാണ് പോലീസ് ഞങ്ങളെ തല്ലിച്ചതച്ച് കൊണ്ടുപോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.